ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ടേ. എമ്രു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. കാരണം 12 മണിക്കാണ് അവ ഉറങ്ങിയത്. ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ ആയപ്പോഴത്തേക്ക് ഹ്യൂമിഡിറ്റി ഒരു രക്ഷയില്ലാത്ത ഹ്യൂമിഡിറ്റിയാണ് ഗൾഫിലൊക്കെ. അതുകൊണ്ട് തന്നെ മൂക്കിലൊക്കെ ഡ്രൈനെസ്സും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുപോലെ ബ്ലഡ് കാണലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എമ്രുവിന് നേസൽ ഡ്രോപ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് രാത്രിയൊക്കെ ഉറക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കാണെങ്കിൽ പോലും അറിയാമല്ലോ, നമുക്ക് ഇവിടെ ജീവിക്കുന്നവർക്കറിയാം, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാത്രിയൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂക്കടഞ്ഞു പോകുമല്ലോ. അപ്പോൾ അവനും അതേ പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങുന്നതൊക്കെ നല്ല ലേറ്റായിട്ടാണ്. ഇപ്പോൾ തോളിലൊക്കെ കിടത്തിയാൽ ഉറങ്ങും, പക്ഷേ കിടക്കുമ്പോൾ ബെഡിൽ താഴെ കിടത്തുമ്പോഴായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റായി. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സാധാരണ ഇപ്പം എഴുന്നേക്കുന്നത് ഒരു 9:30-10 മണിയൊക്കെ ആവും എഴുന്നേൽക്കുമ്പോൾ. ഇന്നലെ നല്ല ലേറ്റായിട്ട് ഉറങ്ങിയോണ്ടാണ് ഇപ്പോഴും എഴുന്നേക്കാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്നും ദോശയൊക്കെയാണല്ലോ കഴിക്കുന്നത്, ഇന്ന് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രെഡ് വെച്ചിട്ട് ടോസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ ചായയും എമ്പ്രൂനുള്ള പാലും ഒക്കെ വെച്ചിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എന്നും ദോശ തിന്ന ഒരു മടുപ്പ് തോന്നുമല്ലോ, വെറൈറ്റി ആവാം. എമ്രു നല്ല ഉറക്കത്തിലാണ്. ആ ഗ്യാപ്പിൽ പെട്ടെന്ന് ഞാൻ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതിന് ഈസിയാണ് റെസിപ്പി, വേറെ ഒന്നുമില്ല. മുട്ട, പഞ്ചസാര, പാൽ ഇത്രയും നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് മുക്കി ഒന്ന് ഗീയും കൂടെ ഇട്ട് അപ്പുറത്തും തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ വലിയ കാര്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഞാൻ കൊണ്ടുപോയി ടേബിളിൽ വെച്ചതും എമ്രു ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടേ. ആരാ ഇത് എഴുന്നേറ്റത്? എമ്രു ആണോ എഴുന്നേറ്റത്? എന്തോ പറ്റി? എന്തോന്ന് എന്തോ പറ്റി? ഉറക്കം എഴുന്നേറ്റാ? നല്ല ഉറങ്ങിയാ? ഗൈസ്, ഇവിടെ ഈ ഹോളിൽ എപ്പോഴും ഒരു വാക്യൂം കാണേ. വേറെ ഒന്നുമല്ല, ഞാൻ എത്ര ഈ വാക്യൂം എടുത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ എമ്രുവിന് വാക്യൂം കണി കണ്ടിരിക്കണം. അവന് വാക്യൂം ഇല്ലാതെ പറ്റൂലേ. അവന് ഇപ്പോൾ കളിക്കാനുള്ള ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് വാക്യൂം. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, പിന്നെ പേടിയൊക്കെ പോയി. എവിടെ പോണേ? ഹ്യൂമിഡിഫയറിൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും. വേണ്ട, വാ നമുക്കങ്ങ് പോവാം. ബ്രഷ് ചെയ്യണം, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോയതാണേ. ബ്രഷ് ചെയ്യാമോ? എൻ്റെ ബാവ തനിയെ ബ്രഷ് ചെയ്യും അല്ലേ? നമ്മൾ ഭയങ്കര സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആണ്. കാണിച്ചു കൊടുക്കുക അല്ലേ നമുക്ക് ബ്രഷ് ചെയ്യുന്നത്. എമ്രു തനിയെ ബ്രഷ് ചെയ്യുന്ന വേണ്ട. എമ്രു ബ്രഷ് ചെയ്. ഇങ്ങനെയാണ് എമ്രു ബ്രഷ് ചെയ്യാറുള്ളത്. എന്തോന്ന് നോക്കണേ? ക്യാമറയിൽ നോക്കുകയാണേ. എമ്രു ബ്രഷ് ചെയ്. കുറച്ചു നേരം ഇങ്ങനെ വച്ചിരിക്കും. ഇതൊക്കെയാണ് അവൻ്റെ ബ്രഷ് ചെയ്യൽ. ആദ്യമൊക്കെ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ സ്വന്തമായിട്ടും കൂടെ ബ്രഷ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുവേ. ബ്രഷ് ചെയ്യുവാവേ. അവനെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. എന്നാ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ കൊടുക്കേ, തുടയ്ക്കാൻ പറയും. തുടയ്ക്കും. ഇതാ തുടയ്ക്ക്, നല്ലപോലെ ഫേസ് തുടയ്ക്ക്. വാ തുടയ്ക്കെന്ന് പറഞ്ഞാലേ അറിയാവും. തുടയ്ക്ക്. ഫേസൊക്കെ നല്ല പോലെ ദാ തുടയ്ക്ക്. വാവാ. എന്താണ് അങ്ങനെ? എമ്രുവിനും സെയിം ബ്രെഡ് ടോസ്റ്റും. ഇത് വേണമെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയാം. കാരണം ഇതിൽ പാൽ ഒഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ചാൽ ഫ്രഞ്ച് ടോസ്റ്റ് ആവുമല്ലോ. ഫ്രഞ്ച് ടോസ്റ്റിൽ അങ്ങനെയാണല്ലോ, പാലും കൂടെ ഒഴിക്കുമല്ലോ. അപ്പോൾ എമ്രുവിനും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. അവൻ പാലും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ കഴിക്കാൻ പോവുകയാണ്. 2 ബ്രെഡുണ്ട്, ഒരു ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്കുള്ള ടോസ്റ്റാണ്. എടുത്തെറിയല്ലേ എമ്രു? ബോട്ടിലൊക്കെ പറക്കുന്നു. എമ്രു എടുത്തെറിയാണ്. അങ്ങനെ എമ്രുവിനെ അവിടെ ചെയറിലിരുത്തി അവൻ കഴിക്കുന്നുണ്ട്. തനിയെ കഴിച്ചോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും ബ്രെഡ് കഴിക്കുന്നു, പാലൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ എന്തോ ഈസി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, ഈസി ആയിട്ട് എന്ത് വെക്കാമെന്നും പറഞ്ഞ് നോക്കി അങ്ങനെ എന്തെങ്കിലും വയ്ക്കും. ഇനി ഉച്ചയ്ക്ക് എന്താണ്? ഇപ്പം തന്നെ 11 മണിക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്കുള്ളത് ഇനിയിപ്പോൾ ആലോചിക്കാം, പതുക്കെയൊക്കെ ആലോചിച്ച് എന്തുണ്ടാക്കണമെന്നൊക്കെ തീരുമാനിക്കാം. പിന്നെ ഗൈസ്, ഞാൻ ഇന്നലെ ആണെങ്കിൽ എൻ്റെ ഈ ഖത്തറിലെ വീടിൻ്റെ ഹോം ടൂർ ചെയ്തിരുന്നേ. അപ്പോൾ അത് കാണാത്തവർ കാണണേ.
ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പേജിൽ എൻ്റെ യൂട്യൂബ് പേജിൽ പോയാലും പെട്ടെന്ന് കിട്ടും. ഇനി അഥവാ അങ്ങനെ അന്വേഷിക്കാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ എൻഡ് സ്ക്രീനിലും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ബോട്ടിലെടുത്ത് എറിയല്ലേ എമ്രു. ഇവനാണെങ്കിൽ പാല് കുടിക്കുകയും ചെയ്യും, എന്നാൽ ബോട്ടിലെടുത്ത് താഴെ എറിയുകയും ചെയ്യും. ഇതാണ് പ്രശ്നം. വെള്ളമാണെങ്കിലും ശരി, നമ്മളിപ്പോൾ കഴിക്കാൻ നേരം വെള്ളം വാട്ടർ ബോട്ടിൽ വെച്ച് കൊടുത്താൽ കുടിച്ചിട്ട് ആ ബോട്ടിലിനെടുത്ത് ഒറ്റ എറിയാണ് താഴെ. ആ ശീലം മാറ്റിയില്ല ഇതുവരെ, മാറ്റണം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി കുറച്ചൊന്ന് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സാധാരണ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ഉടനെ ഫേസ് വാഷ് ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണമെന്നുള്ള ഡ്യൂട്ടി ഉള്ളത് കാരണം ഞാൻ അതൊന്നും ചെയ്തില്ല. വേഗം, കാരണം ലേറ്റായിട്ടാണല്ലോ എഴുന്നേറ്റത്, അവൻ എഴുന്നേൽക്കുമ്പോൾ ഫുഡും കൊടുക്കണം, നേരെ കിച്ചണിലോട്ടാണ് കയറിയത്. അപ്പോൾ സംഭവം ഒന്നുമില്ല, വെറും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ മോർണിംഗ് എഴുന്നേറ്റോടെ ഒരു ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകിയായിരുന്നു മുഖം. അതിനുശേഷം ഒരു നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെയിലെന്ന് പറയണേ ഇപ്പോൾ ഇവിടെ ഖത്തറിലൊക്കെ അങ്ങ് മൂർധന്യ അവസ്ഥയിൽ എന്തോ പറയുമല്ലോ, ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി അത് പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ടും സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ്. സൺസ്ക്രീനും കൂടെ ഇട്ടപ്പോൾ ഞാൻ അങ്ങ് വെളുത്ത് തുടുത്ത് തൂവള കളറിലിരിപ്പുണ്ട്. അപ്പോൾ ഇത് അടിപൊളി സൺസ്ക്രീനാണ്, കാരണം വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഫോട്ടോസ്റ്റേബിൾ എന്നാണ് ഈ സൺസ്ക്രീനിൻ്റെ പേര്. ഞാൻ നാട്ടിലിടയ്ക്ക് വന്നപ്പോൾ ഒരു സ്കിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മേടിച്ച സൺസ്ക്രീനാണേ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലടിക്കുന്നതുകൊണ്ടാണ് നല്ലപോലെ സ്കിന്നിൽ അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ഒരു ലിപ് ബാമും കൂടെ ഇട്ട് കൊടുക്കുക. അതിനിടയിൽ ഞാൻ പോയി മുടിയൊക്കെ കിട്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബേസ്ലീൻ എന്ന് പറയുന്ന ഇവിടെ ഖത്തറിൽ നിന്ന് മേടിച്ചൊരു ലിപ് ബാമാണ്. അപ്പോൾ അതാണ് ഞാൻ തൽക്കാലം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സുന്ദരിയായിട്ട് നേരെ അടുക്കളയിലോട്ട് പോവാം. അതിനാണ് ഈ മേക്കപ്പൊക്കെ ഇട്ട് റെഡിയാവുന്നത്. മേക്കപ്പല്ല, ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. വെയിൽ കണ്ടില്ലേ, നല്ല വെയിലുണ്ട്. അപ്പം ഞാനിപ്പോൾ എമ്രുവിനെ ചെയറിൽ ഇരുത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട്. വിൻഡോയുടെ അവസ്ഥ കണ്ടല്ലോ, ഇവിടെയാണെങ്കിൽ ഒരു കമ്പി പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സോഫയും കൂടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവൻ ഇന്ന് എത്തിയൊക്കെ നോക്കുന്നൊന്ന് പേടിച്ചിട്ട് എത്തി നോക്കാം, ഞാൻ ഇനി അങ്ങോട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് എമ്രുവിന്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇപ്പോൾ അടച്ചാണ് ഇടാറുള്ളത്. അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ തുറക്കാറില്ല. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വാക്യൂം എടുത്തിട്ട് ഇതൊക്കെയാണ് പരിപാടി. ഇവിടെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവനെ പേടിച്ച് ഇവൻ എൻ്റെ അകത്ത് വിരലിടുമെന്നും പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ AC ഇട്ടിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ഗ്യാപ്പിൽ ഈ എമ്രു ഭയങ്കര ഡിസ്റ്റർബൻസാണ്. AC റിമോട്ട് എടുത്തിട്ട് AC ഓൾറെഡി ഓടുന്നുണ്ട്, എന്നിട്ട് AC ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഈ വ്ളോഗിലെ കാര്യം പറയണോ അതോ ഇപ്പോഴത്തെ കറണ്ട് കാര്യം പറയണോ ഞാൻ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ വാക്യൂം എടുത്തിട്ട് ചുമ്മാ പ്ലഗ് ഇങ്ങനെ കൊണ്ട് അവിടെ ഒന്നെങ്കിൽ താഴെ ഇടും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തരും കേട്ടോ. ഞാൻ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവൻ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്യൂം ഇടുന്ന പോലെ ആക്കണം. പിന്നെ ഈ വയറൊക്കെ ആ സ്വിച്ചിൽ പ്രസ് ചെയ്ത് അകത്തോട്ടാക്കി തിരിച്ച് വെക്കാനൊക്കെ അറിയാം, എല്ലാം അറിയാം കേട്ടോ. ഞങ്ങൾ ഇടുന്നതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഡെയിലി ഈ വാക്യൂം ഇവിടെ തന്നെയാണ്. എൻ്റെ ഏത് വീഡിയോ എടുത്താലും കാണും ഹോളിലൊരു വാക്യൂം ഇങ്ങനെ നിറഞ്ഞ് ഹോള് ഫുള്ളാണ് കിടക്കുന്നതല്ലേ. അങ്ങനെ കിച്ചണിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 മുറുക്ക് പാക്കറ്റും എടുത്തുകൊണ്ട് ഓടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ചോറൊക്കെ കുക്കറിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നൊരു ഇൻസ്റ്റഗ്രാം റീൽസിൽ കണ്ട ഒരു മുട്ടക്കൊത്ത് സാധോ അങ്ങനെ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് 2-3 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ചുവന്ന മുളകില്ലേ, അത് പിന്നെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് മിക്സിയിലാക്കി. പിന്നെ നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കടുക് കരിവേപ്പിലയിട്ട് താളിച്ച് പിന്നെ ഇതിലൊരു മുഴുവൻ പെരിഞ്ചീരകം ഇത്ര ഇടണ്ട, ഞാൻ ഇട്ടപ്പോൾ ഒന്ന് കൂടിപ്പോയി. ഇത്ര ഇട്ടാൽ ആ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കുറച്ചിട്ടാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് 1-2 പച്ചമുളകും പിന്നെ സവാള ഇതുപോലെയും അരിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എമ്രു വന്ന ഗ്യാപ്പിൽ ഞാൻ കുറച്ച് കുപ്പിയും പാട്ടുകളൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്, കുറച്ച് നേരം അവിടെ പോയിരുന്ന് കളിക്കട്ടെ എന്ന്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്കിനി കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചൊന്ന് ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലടിച്ച പേസ്റ്റ് ഇടാം. ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞപ്പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത്രയും കൂടെ ഇട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ല രീതിയിലൊന്ന് സോട്ടായിട്ട് വരട്ടെ. വന്നതിന് ശേഷം വളരെ സിമ്പിൾ പ്രിപ്പറേഷനാണ്. നമുക്ക് ആ നേരത്തെ അടിച്ചു വെച്ച മുളകിൻ്റെ പേസ്റ്റ് ഇല്ലാതെ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും ഞാൻ വേഗം അവിടെ അടുപ്പിലിരിക്കട്ടെ ചട്ടിയൊക്കെ. നമുക്ക് കുട്ടിയെ നോക്കണമല്ലോ, ചട്ടിയില്ലല്ലോ
പ്രധാനം, കുട്ടിയാണല്ലോ പ്രധാനം. അല്ല, രണ്ടും പ്രധാനം തന്നെയാണല്ലേ കുക്കിങ്ങും ചെയ്യുമ്പോൾ. അപ്പോൾ കുഞ്ഞിതാ ഇവിടെ എൻ്റെ ആ പെരിഞ്ചീരക ഡപ്പയും പിന്നെ കുറച്ച് സ്പൂണും എമ്മുറുക്കുട്ടി എല്ലാം എടുത്തുകൊണ്ടാണ് വന്നിരുന്ന് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, സേഫാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി മുട്ടയും കൂടെ പൊട്ടിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഈ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ചിക്കി എടുക്കണം. മുട്ട ഉണ്ടെന്നേ അറിയരുത് എന്നാണ് അവർ പറഞ്ഞത്. ചിലപ്പോൾ നോക്കുമ്പോൾ കാണാമല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഇതിട്ട് നല്ല രീതിയിലൊന്ന് നമുക്കിങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യണ പോലെ കൊത്തിടിയപ്പോൾ ആണെങ്കിലും അതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് കൊത്തിയെടുക്കാം. എന്നിട്ട് കൊത്തിയെടുക്കാൻ എന്താ കോഴിയോ എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ചോറ് ഓൾറെഡി ഞാൻ കുക്കറിലാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ വടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോറും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അറ്റ് ലാസ്റ്റ് ഒന്ന് മാരിനേറ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് പെപ്പറും കൂടി ഇട്ടാൽ നമ്മുടെ അടിപൊളി മുട്ട സാദം റെഡിയായി. മുട്ട സാദം ഭയങ്കര കാണാൻ നല്ല ഭംഗിയല്ലേ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എമ്രൂനുള്ള കുറച്ച് മോര് കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം എമ്രൂന് മോരും ഇത് കുറച്ച് സ്പൈസിയാണ് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കുഞ്ഞുങ്ങൾ കൊടുത്തു വിടാം. അതിന് നിങ്ങൾ ഈ സ്പൈസ് ഒന്ന് കുറച്ചാൽ മാത്രം മതി. വേണമെങ്കിൽ വറ്റൽമുളക് അത് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഒന്ന് മാറ്റാം, വേണ്ടാന്ന് വെക്കാം. കാരണം ഇതിൽ മുളക് പൊടി ഇടുന്നില്ല. പിന്നെ പെപ്പർ വേണ്ടാന്ന് വെക്കാം, പച്ചമുളക് നമുക്ക് മാറ്റാം. ബാക്കിയെല്ലാം കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് OCD രസം കൊണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹോം ടൂർ എടുക്കാൻ വേണ്ടി വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എപ്പോഴും വീട് ക്ലീനായി തന്നെ ഇരിക്കണമെന്നൊരു നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിതാ ക്ലീൻ ചെയ്യുന്നുണ്ട്. പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ എമ്രൂനുള്ള ലഞ്ച് കൊടുക്കുന്നുണ്ട്. അവൻ ലഞ്ച് കഴിച്ചതിന് ശേഷം വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എമ്രൂന് വാരി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഉണ്ടാക്കിയ ലഞ്ച് ആസ്വദിച്ച് കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയവരൊന്ന് കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക കൊള്ളാമോ ഇല്ലേ എന്നൊക്കെ. ഈസി ആയിട്ടൊക്കെ മടി പിടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വയ്ക്കാൻ പറ്റിയ ഒരു റൈസ് തന്നെയാണ്. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഈസി റൈസൊക്കെയാണ് വെക്കാറുള്ളത്. പ്ലേറ്റ് കാലി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കിച്ചണിൽ വന്നപ്പോഴാണ് വെള്ളം ചൂടാക്കിയില്ലായിരുന്നു. എമ്രൂന് ചൂടുവെള്ളമാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വേഗം വെള്ളം ചൂടാക്കി വെച്ചു. പിന്നെ ഓൾറെഡി എമ്രൂന് വെള്ളം അതിലുണ്ടായിരുന്നു, നേരത്തെ തിളപ്പിച്ച് ആറിയ വെള്ളം കേട്ടോ. അത് ഒഴിച്ച് ബോട്ടിലാക്കിയിട്ട് പിന്നെ ഈ ഒരു ഫ്ലാസ്കിൽ കൂടെ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇത് ചൂടുവെള്ളമല്ല, സാധാ വെള്ളം. റീക്ക വന്നിട്ട് വെള്ളം ഉണ്ടാ എന്ന് ചോദിക്കും. അതുകൊണ്ട് റീക്കാക്ക് എടുത്ത് കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഇതിലോട്ടും കൂടെ ഒഴിച്ച് വെക്കാം. സാധാരണ ചൂടുവെള്ളമാണ് വെക്കാറുള്ളത്. ഇന്നിപ്പോൾ ആ വെള്ളം നല്ല തിളച്ച് ഇരിക്കുന്നത് കാരണം ഞാൻ സാധാ വെള്ളം ഒഴിച്ച് വെച്ചാൽ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ബാത്റൂമിൽ കയറി കുറച്ച് വെള്ളം ചൂടാക്കി വെക്കട്ടെ. ചൂടാക്കി വെക്കട്ടെ എന്ന് എല്ലാം കിളി പോയിരിക്കുകയാണ്. കുറച്ച് പൈപ്പിൽ നിന്ന് വെള്ളം തുറന്ന് വിടട്ടെ. കാരണം ചൂട് വെള്ളമാണ് ഇപ്പോൾ വരുന്നത്, സമ്മറല്ലേ. കുറച്ചൊന്ന് പിടിച്ച് വെക്കുന്നതാണ് ഇവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവനാണെങ്കിൽ ഓൾറെഡി രാവിലെ കുളിക്കുന്നതാണ്. സാധാരണ രാവിലെ അപ്പിയൊക്കെ ഇട്ട് കുളിക്കുന്നതാണ്. ഇന്ന് അവൻ അപ്പി ഇട്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുളിക്കുന്നത് ഉച്ചയ്ക്കായി. അപ്പോൾ ഉച്ചയ്ക്ക് കുളിപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പിടിച്ച് വെച്ചാണ് കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ വെള്ളം അവിടെ കുറച്ചൊന്ന് ചൂടൊക്കെ പോവട്ടെ. ആ ഗ്യാപ്പിൽ നമുക്കൊന്ന് തുണിയൊക്കെ ഓൾറെഡി ഞാനിവിടെ കഴുകി വാഷിംഗ് മെഷീനിൽ ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം എടുത്ത് കൊണ്ടുപോയി വിരിച്ചിടട്ടെ. ഞാൻ റൂമിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ തുണി വിരിക്കാറുള്ളത്. മുമ്പ് വാപ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പ കൊണ്ടുപോയി, വാപ്പായും റീക്കാട് വാപ്പയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി വിൻ്റർ ടൈമിലെ മേളിലൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഒടുക്കത്തെ വെയിലാണ്. ഈ ഒരു സമയത്ത് കയറി മോളിൽ പോകാനും പറ്റൂല. വെയിലടിച്ച പിന്നെ അങ്ങ് കരിഞ്ഞോ. അതുമാത്രമല്ല, നമ്മളിനി കൊണ്ടുപോയി തുണിയൊക്കെ വിരിച്ചാൽ പിന്നെ എടുക്കാൻ ഞാൻ തന്നെ പോകണം. ഈവനെ വെച്ചിട്ട് എനിക്കതൊന്നും അത്ര പോസിബിളായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ തന്നെ അകത്ത്, റൂമിൻ്റെ അകത്ത്, ഈ റൂമിൽ 2 ജനലൊക്കെ ഉള്ളത് കാരണം നല്ലപോലെ വെയിലടിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വിരിച്ചിടാം. അപ്പോൾ അവിടെ ചൂടായിരിക്കുന്ന വെള്ളമൊക്കെ ബക്കറ്റിൽ തണുത്ത് കാണും. ഞാൻ അതുകൊണ്ട് വേഗം പോയി എമ്രൂനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തലയൊന്നും തുടയ്ക്കാൻ സമ്മതിക്കൂല. എങ്ങനെയൊക്കെയോ തല തുടച്ച് പിടിച്ച് വെച്ചാലും തുടച്ച് അവനിതാ റെഡിയാക്കി അവനെ കളിക്കാൻ അവൻ്റെ വഴിക്ക് വിട്ടിട്ടുണ്ട്. ടാറ്റ പറയണ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഉച്ച വരെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ ഞാൻ രാവിലെ ഉമ്മായ ഫോൺ വിളിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റത് കാരണവും വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഉമ്മായ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയി ഉമ്മായ ഫോൺ ചെയ്യും. കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഇപ്പോൾ ഉറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഉറങ്ങുമെന്ന് നോക്കണം. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈവനിങ്ങും ഉള്ള പരിപാടിയൊക്കെ ഞാൻ ഈവനിങ് ആകുമ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ഞാനും എമ്രൂം ഞാൻ ഉറങ്ങിയില്ല, വെറുതെ കിടന്നു. എമ്രു നല്ല ഉറങ്ങുകയാണേ. ഞാൻ കുറച്ച് നേരം ഒന്ന് എമ്രു കിടന്നുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവനുള്ള പാല് കാച്ചി വയ്ക്കണം, പിന്നെ ചായ ഇടണം. റീക്ക വന്നിട്ടുണ്ട്. റീക്ക അവിടെ കിടപ്പുണ്ട് അവൻ്റെ അടുത്ത്. അതാണ് ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നത്.
അപ്പോൾ ചായയൊക്കെ ഇട്ടു. അവനുള്ള പാല് ഇവിടെ ആറാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ റീക്കയുടെ ഫ്രണ്ട് ഗൗതം ചേട്ടൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നേ, മുറുക്കും ചിപ്സും. അപ്പോൾ മുറുക്ക് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിപ്സ് ഒന്ന് തിന്ന് നോക്കാമെന്ന് പറഞ്ഞ് ചിപ്സ് എടുത്ത് ചായക്ക് കടിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിപ്സ് അത്ര പോരാ, കാരണം ഓയിലിൻ്റെ ഭയങ്കര ഒരു ചെവ അടിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. ചിരി പോയാ പാലുണ്ട്. എന്തോന്ന് വേണം ഉമ്മ? എന്തോന്ന് പാല് വേണോ? പാല് കുടിക്കാനാണ് നീ പാല് കുച്ചിനെ പൂച്ചയാ? പിന്നെ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോ തന്നെ പാൽ അവിടെ ഇരിക്കുന്ന കണ്ടോ? അങ്ങനെ പാലൊക്കെ കൊടുത്തിട്ടുണ്ട്. തറയിൽ പാലാക്കി ആള് തുടയ്ക്കണം. എന്നാ എല്ലാം തുടക്കി കറക്റ്റാ തുടയ്ക്കണ. ഇനി ഇവിടെ തുടക്കി. പാൽ ഇനി കളയാൻ പാടില്ല, പണിഷ്മെന്റ്. ഇവിടെ തുടക്കി. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്ത് തള്ളയാണ്, 1.5 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് തറ തുടപ്പിക്കണമെന്ന്. സംഭവം വേറെ ഒന്നുമല്ല. ഇവനിപ്പോൾ വൈകിട്ട് ഇതുപോലെ പാല് കുടിക്കുന്ന സമയത്ത് മനഃപൂർവ്വം വായിൽ പാലാക്കിയിട്ട് തുപ്പി കളിക്കുന്ന അസുഖമുണ്ട്. എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതുപോലെ ടിഷ്യൂ എടുത്ത് വെച്ച് സ്വന്തമായിട്ട് തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കളിക്കുന്ന പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ എമ്രോന് കൊടുത്തത്. പിന്നെ നിങ്ങൾ ഈ കണ്ടത് അവൻ തുടയ്ക്കുന്നതല്ലേ, അതിനുശേഷം ഞാൻ എത്ര വട്ടം തുടച്ചെന്നറിയാമോ തറ. വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു, റിപ്പീറ്റ് അടിച്ച്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ വേഗം റെഡിയായി നല്ലൊരു അടിപൊളി സ്പ്രേ ഒക്കെ മേടിച്ചെന്നല്ല അടിച്ചു. ഇത് അൽക്കോർ മാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഹെയർ സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാവേ, ഹെയറിലൊക്കെ അടിക്കാം. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, ടി വിയിൽ റിമോട്ട് എടുത്ത് ആ ബോട്ടിലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മുടെ കൂടെ വന്നത്. തിരിച്ചു വന്നിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ അകത്ത് റിമോട്ട് ഇരിക്കുന്ന കണ്ടില്ല. ഈ വീട് മൊത്തം ടി വിയുടെ റിമോട്ട് അരിച്ച് പറക്കിയിട്ടും കിട്ടിയില്ല. അവസാനം ഞാൻ തന്നെ കണ്ടുപിടിച്ച് സംഭവം ഈ ബോട്ടിൽ കറുത്ത ബോട്ടിലായതുകൊണ്ട് അതിൻ്റെ അകത്ത് കറുത്ത റിമോട്ടും കൂടെ വെച്ചപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. അതിൻ്റെ അകത്താണ് റിമോട്ട് ഇരിക്കുന്നതെന്നുള്ളതേ. അങ്ങനെ കുറേ തിരക്ക് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അൽക്കോർ മാളിലായിട്ടാണ് പോകുന്നത്. എമ്രുവിൻ്റെ ചെരുപ്പ് കാറി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാധാരണ അവനെ റീക്കൻ എടുത്തുകൊണ്ട് പോകണത്. ഇന്നിപ്പോൾ റീക്ക് എന്തോ ഫോൺ വിളിച്ച് അർജൻറ്റായിട്ട് പോകണോണ്ട് ഇങ്ങനെ ഞാനൊന്ന് കഥവ് തുറന്നു തുടങ്ങി ആൾ ഗ്യാപ്പിൽ അങ്ങ് ഓടിപ്പോയി. അവൻ ബോറടിച്ച് വീട്ടിലിരിക്കണോണ്ട് ഭയങ്കര സന്തോഷമാണ് പുറത്ത് കൊണ്ടുവന്നത്. എപ്പോഴും റീക്ക വന്ന ഉടനെ ജോലി കഴിഞ്ഞ ഉടനെ വാ പോവാം പുറത്ത് പോകാമെന്നും പറഞ്ഞ് വാപ്പായും മോനും കൂടെ റെഡിയാവും. പിന്നെ അത് കേൾക്കേണ്ട താമസം ഉമ്മായും റെഡിയായി കാറിൽ കയറിയിരിക്കും. നമ്മളെല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയി. ഇന്നിപ്പോൾ ഡിന്നറൊക്കെ പുറത്തുനിന്നാണേ. അങ്ങനെ മാളെത്തിയ ഉടനെ തന്നെ എമ്രുദ് ആ ഫ്രണ്ടിലോട്ട് ചാടുന്നുണ്ട്. കുറച്ചു നേരം അവന് കാറിലിരുന്ന് ഒന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണം. അത് ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവനെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ മാളിൽ നേരെ ഫൺ വില്ലയിലോട്ട് കയറിയിട്ടുണ്ടേ. എമ്രുദിൽ കളിക്ക്. ആക്ച്വലി ഇത് ബേബീസിന് മാത്രം ഇരിക്കാനുള്ളതാണ്. റീക്കൺ എൻ്റെ അടുത്ത് പറഞ്ഞാൽ വലിയവർക്കും ഇരിക്കാമെന്ന്. കാരണം വേറൊരു പ്ലേ ഏരിയ നമ്മൾ ഡൗൺടൗൺ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു കാറിൽ എഴുതിയിട്ടുണ്ട് വലിയ അഡൾട്ടിനും കൂടെ ഇരിക്കാമെന്ന്. ഇതിലാണ് റീക്ക പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം ഞാനും കൂടെ കയറിയിരുന്നു. ഇനി കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ കയറിയിരുന്നു. അപ്പോൾ ആരും കണ്ടിട്ടില്ലായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇന്ന് കയറിയിരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ 2 കാലുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞ് ഇത് ബേബിക്കുള്ളതാണെന്ന്. പിന്നെ ഞാൻ എഴുന്നേറ്റ് മാറി. ഇതിന്റെ അകത്ത് ഇവിടെ ഇതിന്റെ അകത്ത് സംഭവം ഇന്ന് മൺഡേ ആണ്. മൺഡേ ആയത് കാരണം മിക്ക ഹാഫ് പ്ലേ ഗെയിംസ് ഒക്കെ 1 റിയാലാണ്. അതുകൊണ്ട് ഇന്ന് ഒരുപാട് നേരം നമ്മൾ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നെ. എമ്മുറിനെ കുറേ അവന് ഉറങ്ങിയൊക്കെ നല്ലപോലെ ഉറങ്ങി തെളിഞ്ഞൊക്കെ ഇരുന്നത് കാരണം ഇന്ന് ഗെയിം കളിക്കാനൊക്കെ കോപ്പറേറ്റ് ചെയ്തു. സോ അവന് ഒരുപാട് എല്ലാ ഗെയിംസിലും കയറ്റി. പിന്നെ ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ബേബീസൊക്കെ ഇങ്ങനെ ഓരോന്നിലിരിക്കും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നൊക്കെ വേണം അടുത്ത ഗെയിമിൽ കയറാൻ. മൺഡേ ആയത് കാരണം ഈ അൽക്കോർ മാളിൽ മൺഡേ വരുന്നവർക്കറിയാം ഫുള്ള് ക്രൗഡായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ നേരം എമ്രുവിനെ ഇങ്ങനെ എല്ലാ ഗെയിംസിലൊക്കെ കയറ്റി കുറേ നേരം കളിപ്പിച്ചു. എമ്രു ആണെങ്കിൽ ഈ കാറിൽ നിന്നിട്ട് അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതിലിങ്ങനെ ചാരിയിരിക്കാൻ. അപ്പോൾ അതിങ്ങനെ ആടുന്നുണ്ടല്ലോ ഈ ജീപ്പ്. കാറല്ല, ഇത് ജീപ്പാണേ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സുഖിച്ചിരുന്ന് അവൻ നല്ല ഹാപ്പി ആയിട്ട് കളിക്കുകയൊക്കെ ചെയ്തു.
പിന്നെ ഈ ഒരു സംഭവത്തിൽ കൊണ്ടുപോയിട്ട് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതും 1 റിയാലാണ്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ 1 റിയാൽ കണ്ടുകൊണ്ടാണ് പോയത്. ഇതിൽ നമ്മൾ ജമ്പ് ചെയ്യണം. പിന്നെ ഇവൻ അതിൽ നിൽക്കുന്നില്ല സംഭവം. പക്ഷേ ഒരു 10 സെക്കൻഡ് ആയപ്പോൾ തന്നെ തീരുകയും ചെയ്തു കേട്ടോ. അതിലെന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് ഇത് എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. അതിൽ ജമ്പ് ചെയ്ത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിൽ എഴുതി കാണിച്ചത്. അപ്പോൾ ഇവനും നിന്നില്ല, സമയം റൺ ഔട്ടായി പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു 1 റിയാൽ വേസ്റ്റായി. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് ഇതേ ജീപ്പിൽ തന്നെ വന്നേ. ഈ ജീപ്പ് അവിടെ ഒഴിഞ്ഞു കിടന്നു, അതുകൊണ്ടാണ് അതിൽ വന്നത്. അങ്ങനെ നമ്മൾ അൽക്കോർ മാളിൽ നിന്ന് നേരെ സ്മൈലി പോയി കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ സ്മൈലി വരാമെന്ന് വിചാരിച്ചു. കാരണം അൽക്കോർ മാളിൽ തിരക്കായത് കാരണം ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടു നല്ല തിരക്കായിരുന്നു. അവിടെ ഞാനും പറഞ്ഞ് റീക്ക അങ്ങോട്ട് പോകണം, നമുക്ക് സ്മൈലിയിലോട്ട് പോയി സാധനങ്ങൾ മേടിക്കാം. അത് കഴിഞ്ഞ് സാധനം മേടിച്ച്, കാരണം സ്മൈലി 10 മണി വരെ ഉള്ളൂ. അവിടെ നമുക്ക് ഇനി കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ലേറ്റാകും, കട അടയ്ക്കും, പിന്നെ സാധനം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരെ സ്മൈലിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഇന്ന് പന്നൂറിലാണ് വന്നത്. എമ്രുവിന് 3 മാസം ഉള്ളപ്പോൾ ഉമ്മായൊക്കെ കൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഈ പന്നൂറിൽ വന്ന് കഴിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് പറഞ്ഞത്. അവന് 1.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ബട്ടർ നാനും ചിക്കന് പിന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം കൂടെ കഴിച്ചു. എമ്രുവിന് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനൊരു പ്ലേറ്റ് കൊണ്ടുവച്ചു. ഭാഗ്യത്തിന് പ്ലാസ്റ്റിക് പ്ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാനും കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ല. കാരണം ഇവ എടുത്ത് പ്ലേറ്റിന് വലിച്ചെറിയും. ഇതും ഈ പ്ലേറ്റും വലിച്ചെറിഞ്ഞ് സാധനമൊക്കെ തറയിൽ പോയിരുന്നു. അപ്പോൾ അവന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അധികം കൊടുത്തില്ല, കാരണം ഗ്യാസ് കയറും, പിന്നെ അവൻ ഉറങ്ങില്ല രാത്രി. അതുകൊണ്ട് പിന്നെ അവന് കുറച്ച് ഇടിയപ്പം വെച്ചു കൊടുത്തു. അതുകൊണ്ട് എമ്രും അവിടെ ഇരുന്ന് ഇടിയപ്പം കഴിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാനും ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ റീക്ക ചായ പറഞ്ഞു. ഞാനൊരു അവക്കാഡോ ഷെയ്ക്കാണ് പറഞ്ഞത്. അവക്കാഡോ ഷെയ്ക്കല്ല, അവക്കാഡോ ജ്യൂസ്. അപ്പോൾ ഈ ഗ്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ട്. അതുപോലെ അവക്കാഡോ ജ്യൂസും കൂടെ അതിലിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം എമ്രുനു ചോദിച്ചു, എമ്രുനു അത് വേണമെന്ന്. പിന്നെ റീക്കാടെ പറഞ്ഞൊരു ചെറിയ കുട്ടി സ്പൂണ് കൊണ്ടുവരാം അവരുടെ ചോദിച്ചു. സ്പൂണ് മേടിച്ച് അവന് കുറച്ച് കൊടുത്തു. അങ്ങനെ അതിൽ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചുമ്മാ പേരിന് അവന് പറ്റിക്കാൻ വേണ്ടി 2-3 സ്പൂണ് കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. ചായ എംബ്രു ചായ എംബ്രു ചായ എംബ്രു ചായ എംബ്രു ചായ. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയിപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. ചെരുപ്പൂരി വേമ്പ്രു കാല് വെച്ചിട്ട് തിരിച്ചെടുത്ത് അടയ്ക്കാണ്. അവന് ഊര അറിഞ്ഞൂടല്ലേ. മാറുമ്പോ വായിക്കാം. മാറും അടയ്ക്കാം. മാറ്.